നമസ്കാരം. ശാസ്ത്രലോകത്തിന് ഇന്നും പിടികൊടുക്കാത്ത നിഗൂഢതയുടെ കലവറയായ സൈബീരിയൻ മഞ്ഞുമലകൾ. എന്നാൽ അടുത്തിടെ സൈബീരിയയിലെ വിജനമായ ആകാശത്ത് ദൃശ്യമായൊരു പ്രതിഭാസം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചകൾക്ക് തുടക്കമിട്ടിരിക്കുകയാണ്. ചക്രവാളത്തിന് മുകളിൽ മേഘങ്ങൾക്കിടയിൽ ഒരു പുരാതന നഗരത്തിന്റെ ദൃശ്യങ്ങൾ തെളിഞ്ഞു വന്നു എന്നതാണ് ലോകത്തെ ഞെട്ടിച്ചിരിക്കുന്നത്. നൂറുകണക്കിന് കിലോമീറ്റർ അകലെയുള്ള ഗ്രാമവാസികൾ തങ്ങളുടെ സ്മാർട്ട് ഫോണുകളിൽ പകർത്തിയ ഈ ദൃശ്യങ്ങൾ ഇപ്പോൾ ഇന്റർനെറ്റിൽ തരംഗമാണ്. സൈബീരിയൻ നഗരമായ നോവോസിബിർക്കിന് വടക്കുഭാഗത്തുള്ള വിജനമായ പ്രദേശത്താണ് ഈ കാഴ്ച റിപ്പോർട്ട് ചെയ്യപ്പെട്ടത്. സാധാരണയായി മേഘങ്ങൾക്കിടയിൽ നാം കാണുന്ന രൂപമല്ല ഇത്. കൃത്യമായ വാസ്തുവിദ്യയുള്ള ഗോപുരങ്ങൾ, കൂറ്റൻ മതിലുകൾ, വിജനമായ തെരുവുകൾ എന്നിവ ഈ ദൃശ്യത്തിൽ വ്യക്തമായിരിക്കുന്നു. ഏകദേശം 30 മിനിറ്റോളം ആകാശത്ത് മാറ്റമില്ലാതെ നിലനിന്ന ഈ ദൃശ്യം പിന്നീട് പെട്ടെന്ന് അപ്രത്യക്ഷമാവുകയായിരുന്നു. ഈ നഗരത്തിന്റെ ശൈലി നിലവിൽ ഭൂമിയിലുള്ള ഒരു നാഗരികതയുമായും പൊരുത്തപ്പെടുന്നില്ല എന്നതാണ് ചരിത്രകാരന്മാരെ അത്ഭുതപ്പെടുത്തിയിരിക്കുന്നത്. മധ്യകാലഘട്ടത്തിലെ യൂറോപ്യൻ നിർമ്മിതികളോടും എന്നാൽ അത്യാധുനികമായ ചില രൂപങ്ങളോടും ഇതിന് സാമ്യമുണ്ട്. ഭൗമശാസ്ത്രജ്ഞർ ഇതിനെ ഭറ്റ മോർഗാന എന്നറിയപ്പെടുന്ന അതിശക്തമായ ഒരു മരീചികയായിട്ടാണ് പ്രാഥമികമായി വിശേഷിപ്പിക്കുന്നത്. തണുത്ത വായുവിനും ചൂടുള്ള വായുവിനും ഇടയിലുള്ള പ്രകാശം കടന്നു പോകുമ്പോൾ ഉണ്ടാകുന്ന വക്രീകരണം മൂലം ദൂരെയുള്ള വസ്തുക്കൾ ആകാശത്ത് തെളിഞ്ഞു കാണുന്ന പ്രതിഭാസമാണിത്. എന്നാൽ ഈ വാദത്തിന് ചില പോരായ്മകളുമുണ്ട്. സമാനമായ നഗരം ഭൂമിയിലില്ല. മരീചിക ഉണ്ടാകണമെങ്കിൽ പ്രതിഫലിപ്പിക്കാൻ തക്കവണ്ണം ഒരു നഗരം എവിടെയെങ്കിലും ഉണ്ടാകണം. എന്നാൽ ആകാശത്ത് കണ്ട ആ വിചിത്ര നഗരം ഭൂമിയിൽ ഒരിടത്തും ഇല്ലെന്നത് ഗവേഷകർ സാക്ഷ്യപ്പെടുത്തുന്നു. പ്രകാശത്തിന്റെ പ്രതിഫലനം വഴി ലഭിക്കുന്ന ദൃശ്യങ്ങൾക്ക് ഇത്രയധികം വ്യക്തത ലഭിക്കാറില്ല. ഇവിടെ കെട്ടിടങ്ങളുടെ ജാലകങ്ങൾ പോലും വ്യക്തമായിരുന്നു. ഈ കണ്ടെത്തലോടെ സമാന്തര പ്രപഞ്ചം എന്ന സിദ്ധാന്തം വീണ്ടും സജീവമായിരിക്കുകയാണ്. നമ്മുടെ ലോകത്തിന് സമാന്തരമായി മറ്റൊരു ലോകം നിലനിൽക്കുന്നുണ്ടെന്നും അന്തരീക്ഷത്തിലുണ്ടാകുന്ന ചില കാന്തിക വ്യതിയാനങ്ങൾ കാരണം ആ ലോകത്തിന്റെ ദൃശ്യങ്ങൾ നമ്മുടെ ആകാശത്ത് തെളിയുന്നതായും ഒരു വിഭാഗം ഗവേഷകർ വിശ്വസിക്കുന്നു. മറ്റൊരു പ്രമുഖ വാദം ടൈം സ്ലീപ്പാണ്. അതായത് ഭൂതകാലത്തിനോ ഭാവിയിലോ ഉള്ള ഒരു നഗരത്തിന്റെ ദൃശ്യങ്ങൾ സമയത്തിന്റെ അതിർവരമ്പുകൾ ഭേദിച്ച് വർത്തമാനകാലത്തേക്ക് തെളിഞ്ഞതാകാമെന്ന് ഇവർ കരുതപ്പെടുന്നു. സൈബീരിയയിലെ കാന്തിക മണ്ഡലത്തിൽ ഉണ്ടാകുന്ന അസ്ഥിരത ഇത്തരം പ്രതിഭാസങ്ങൾക്ക് കാരണമാകുമെന്ന് നേരത്തെ തന്നെ പഠനങ്ങളും ഉണ്ടായിരുന്നു. ഈ പ്രതിഭാസം നടന്ന സമയത്ത് പ്രദേശത്തെ കമ്മ്യൂണിക്കേഷൻ സംവിധാനങ്ങളിൽ വലിയൊരു തടസ്സങ്ങൾ അനുഭവപ്പെട്ടു. വിമാനങ്ങളിലെ നാവിഗേഷൻ സംവിധാനങ്ങൾ നിമിഷ നേരത്തേക്ക് നിശ്ചലമായി. ഇതിലും വലിയ നിഗൂഢത റേഡിയോകളിൽ കേട്ട വിചിത്രമായ ശബ്ദങ്ങളാണ്. ഒരു നഗരത്തിലെ തിരക്കിനെ അനുസ്മരിപ്പിക്കുന്ന ശബ്ദങ്ങളും അജ്ഞാതമായ സംഗീതവും ഇതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കേവലം പ്രകാശത്തിന്റെ കളി മാത്രമല്ല, ഭൗതികമായ എന്തോ ഒന്നിന്റെ സാന്നിധ്യം അവിടെ ഉണ്ടായിരുന്നു എന്നതിനേക്കാണ് ഇത് വിരൽ ചൂണ്ടുന്നത്. റഷ്യൻ ബഹിരാകാശ ഏജൻസിയും ചില സ്വതന്ത്ര ഗവേഷകരും ഈ സംഭവത്തിൽ വിശദമായ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട്. ഉപഗ്രഹങ്ങളിൽ നിന്ന് ഈ സമയത്ത് ശേഖരിച്ച വിവരങ്ങൾ വിശകലനം ചെയ്താലേ ഇതിന്റെ യഥാർത്ഥ ഉറവിടം കണ്ടെത്താനാകൂ. പ്രപഞ്ചം നമ്മിൽ നിന്ന് ഒളിപ്പിച്ചു വെച്ചിരിക്കുന്ന വലിയൊരു രഹസ്യത്തിലേക്കാണോ സൈബീരിയൻ ആകാശം വിരൽ ചൂണ്ടുന്നതെന്നാണ് ലോകം ഇപ്പോൾ ഉറ്റുനോക്കുന്നത്. വെബ് ഡെസ്ക് തത്തുമൈ TV.